ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് നമുക്ക് അച്ഛനോട് ചോദിക്കണം. അത് മുൻപേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒച്ച ചിലപ്പോൾ മാറും, കാരണം എൻ്റെ കഫക്കെട്ടാണ്. അതുകൊണ്ട് ഒച്ച മാറും. മീനുക്കുട്ടിക്ക് ചെറിയ രീതിയിൽ കഫക്കെട്ടും ജലദോഷത്തിൻ്റെ ഒരു തുടക്കമാണ്. അതുകൊണ്ട് ചെറിയ രീതിയിൽ ചില ഡിസ്റ്റർബൻസ് ഇടയ്ക്ക് വരും, നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ക്ലാസ്സിൽ ഒരു ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഈ കോൺവെർസേഷനിലൂടെ നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷ് കറക്റ്റ് ടെൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുക, സംസാരിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ നമുക്ക് നല്ല നല്ല കമൻസ് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു. പഴയ വീഡിയോസൊക്കെ അവരെല്ലാം എടുത്ത് വാച്ച് ചെയ്യുന്നു. അത് കാണുന്നത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരു അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. ഒരനക്കമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് കുറേ ലൈക്സും വ്യൂസും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. പഴയ വീഡിയോസൊക്കെ നമ്മൾ ഗ്രാമർ ഫുൾ സെക്ഷൻ ചെയ്തിട്ട് ഞാൻ നമ്മുടെ ചാനലിൻ്റെ ടോപ്പിൽ പ്ലേലിസ്റ്റിൽ 2 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ഗ്രാമർ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോൺവെർസേഷൻ പ്രാക്ടീസും അവൈലബിൾ ആണ്. 2 സെക്ഷൻ ആക്കിയിട്ട് ഞാൻ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കി ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ ചെല്ലുക, എന്നിട്ട് ഈ സെക്ഷൻ നിങ്ങൾ എടുത്തതിന് ശേഷം നമ്മുടെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക, പുതിയതായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ. കാരണം കംപ്ലീറ്റ് ഗ്രാമർ നമ്മൾ ഒരു വളരെ ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഗ്രാമർ കംപ്ലീറ്റ് അതിനകത്ത് വീഡിയോ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ആ ടീച്ചർ ഇതാ ക്ലാസ്സിലേക്ക് വരാൻ പോവാണ്. ക്ലാസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ടീച്ചർ ഈസ് കമ്മിങ് ടു ദ ക്ലാസ്. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്ത് ചെയ്യും? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും അല്ലേ? ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? തിരിച്ച് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എവരിബഡി അല്ലേ? അങ്ങനെ ഓൾ ചിൽഡ്രൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഇല്ല, ഓൾ ചിൽഡ്രൻസ്. ആദ്യം നമുക്ക് ഒന്ന് പറയാം, ചിൽഡ്രൻ എന്നും ചിൽഡ്രൻസ് എന്നും നമ്മൾ തെറ്റി പറയാറുണ്ട്. അതേ മാത്രമല്ല ഗൈസ്, ഈ നമ്മളെ പോലത്തെ ആൾക്കാരും ഇല്ല, അതേപോലെ തന്നെ പീപ്പിൾസ് പീപ്പിൾസ് തെറ്റി പറയാറുണ്ട്. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ. അതേപോലെ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, ചിൽഡ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി, അതിന്റെ പ്ലൂറലാണ് ചിൽഡ്രൻ, കുട്ടികൾ എന്ന് വരും. ഓക്കെ. അപ്പോൾ ടീച്ചർ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നേരെ ടീച്ചർ എന്ത് ചെയ്യും? നേരെ പോയി പിന്നെ സീറ്റിലിരിക്കും. ടീച്ചർ സീറ്റിലിരുന്നു, നമ്മളും സീറ്റിലിരുന്നു. എങ്ങനെ പറയാ? ടീച്ചർ സാറ്റ് ഓൺ ദ ചെയർ. ഞങ്ങള് ബെഞ്ചിലിരുന്നു. അതിന് ഓൺ തന്നെ വേണം. അപ്പൊ വി അല്ലേ? വി സാറ്റ് ഓൺ ദ ബെഞ്ച്. ടീച്ചർ സാറ്റ് ഓൺ ദ ചെയർ ആൻഡ് വി ഈ സാറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സാറ്റ് കളിക്കുന്ന അർത്ഥം. അതെ. അത് കഴിഞ്ഞിട്ട് ടീച്ചർ പറയണം, ഞാനിതാ അറ്റൻഡൻസ് എടുക്കാൻ പോവുകയാണ് എന്ന് പറയണം. ഐ ആം ഗോയിങ് ടു ടേക്ക് ദ അറ്റൻഡൻസ്. ഞാൻ അറ്റൻഡൻസ് എടുക്കാൻ പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വിളിക്കും. ടീച്ചർ ഓരോരുത്തരുടെ പേര് ഇങ്ങനെ വിളിക്കും. പ്രസന്റ് ഒക്കെ പറഞ്ഞു. ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ടീച്ചറിനെ പറയണം, ഓക്കെ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കൂ. ഓൾ ചിൽഡ്രൻ ബി സൈലന്റ് അല്ലേ? ഓൾ ചിൽഡ്രൻ ബി സൈലന്റ്, അല്ലെങ്കിൽ കീപ് ക്വയറ്റ് എന്ന് പറയും. കീപ് ക്വയറ്റ്, ശാന്തരായിട്ടിരിക്കും എന്ന് പറയും. എല്ലാരും ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ പറയുന്നതായിരിക്കും കീപ് ക്വയറ്റ് എന്ന് പറയും. അതെ. അപ്പൊ കീപ് ക്വയറ്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ എവരിബഡി ബി സൈലന്റ്, എല്ലാവരും സൈലന്റ് ആവൂ എന്ന് പറയാം. അങ്ങനെ ആയി കഴിഞ്ഞാൽ ടീച്ചർ അടുത്ത് പറയണം, ഞാനിതാ എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഞാൻ ഒരു പുതിയ ചാപ്റ്റർ എടുക്കാൻ പോവുകയാണ്. I am going to take new chapter.
ഐ ആം ഗോയിങ് ടു ടേക്ക് എ ന്യൂ ചാപ്റ്റർ. ഞാനൊരു പുതിയ ചാപ്റ്റർ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ടീച്ചർക്ക് പെട്ടെന്നൊരു ഇത് കത്തിയത്, അല്ല ഞാൻ ഇന്നലെ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടല്ലോ, ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കണം. ഇന്നലെ നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തന്നു, അത് നിങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കണം. തന്നു, നിങ്ങക്ക് നൽകി, തന്നു. ഗോട്ട് പറഞ്ഞാൽ കിട്ടുക എന്നാണ്. കൊടുത്തു എന്നുള്ളത് അതിന്റെ കൊടുത്തു എന്നാക്കണം. ഗെയ്വ്. ആ, അതായത് ഞാൻ കൊടുത്തു, homework yesterday. I gave one homework yesterday. Did you write it? നിങ്ങളത് എഴുതിയോ? Did we ആയാലും കുഴപ്പമില്ല. Did we എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയോന്നായി പോവും. Did you എന്നാവണം അല്ലേ? Did you write? നിങ്ങളെല്ലാവരും അത് എഴുതിയോ? Did you write? നിങ്ങളെല്ലാവരും എഴുതിയോ? Yes miss. അപ്പൊ നമ്മൾ എന്ത് പറയും? Yes miss. Yes miss. Yes miss. ഇല്ല, നമ്മൾ എഴുതിയിട്ടില്ല, നമ്മൾ എഴുതാൻ മറന്നു. ഓക്കെ, ആരാധ്യ എഴുതിയിട്ടില്ല, ആരാധ്യ മറന്നു. അപ്പൊ ഞാൻ പറയണേ, ടീച്ചറോട് പറയണേ, ടീച്ചർ ഞാൻ മറന്നു പോയി, ഞാൻ ഹോംവർക്ക് ചെയ്യാൻ മറന്നു പോയി എന്ന് പറയാം. പറയേ, നമുക്ക് ഇത് ഉണ്ടാക്കി പറയുന്നല്ലേ, എന്തും പറയാലോ. തൽക്കാലം ഇന്ന് നമുക്ക് സാധാരണ മിലിക്കുട്ടി എല്ലാ ഹോംവർക്കും ചെയ്യുന്ന ആളാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഈ ഒരു പിന്നെ കോൺവെർസേഷന് വേണ്ടിയിട്ട് എഴുതിയിട്ടില്ല എന്ന് പറയാണ്. ഓക്കെ, ഞാൻ എഴുതിയില്ല ടീച്ചർ, ഞാൻ മറന്നുപോയി, എങ്ങനെ പറയാം? ഞാൻ എഴുതിയില്ല ആദ്യം പറ. ഞാൻ എഴുതിയില്ല, ചെയ്തില്ല. അപ്പം I didn't write homework. ഞാൻ ഇന്നലെ ഹോംവർക്ക് ചെയ്തില്ല. I didn't write homework yesterday. ഞാൻ ഇന്നലെ ഹോംവർക്ക് എഴുതിയില്ല. അപ്പൊ എന്താ കാരണം? എനിക്ക് ഇന്നലെ ഹോംവർക്ക് എഴുതാൻ പറ്റിയില്ല. എനിക്ക് I could not എഴുതാൻ പറ്റില്ല. I could not write the homework. കാരണം because എനിക്ക് ഇന്നലെ ഒരു കല്യാണത്തിന് പോകേണ്ടി വന്നു. പോകേണ്ടി വന്നു. അതെങ്ങനെ പറയാന്നറിയോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാഡ് ടു ഗോ എന്ന് പറയണം. എനിക്ക് കല്യാണത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് ടു ഗോ. അതൊരു ഹാഡ് ടുന്റെ പ്രയോഗമാണ്. ഐ ഹാഡ് ടു പുതിയതായിട്ട് പഠിക്കുന്നതാണ്. ഐ ഹാഡ് ടു ഗോ ഫോർ എ മാരേജ് ഫംഗ്ഷൻ യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ഒരു കല്യാണത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. ഫോർ ദ മാരേജ്. ഈ മാരേജ് പറയുമ്പോൾ എപ്പോഴും ഒരു ഫോർ ഇടണം. കല്യാണത്തിന് എന്നല്ല നമ്മൾ പറയാ, ആ ന് കിട്ടണം. അപ്പൊ മാരേജ്, മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോ ഒരു ഫോർ ഇട്ടിട്ട് പറയണം. മീറ്റിംഗിന് അങ്ങനെ കിട്ടണ്ടേ? അപ്പോഴല്ലേ നമുക്ക് ആ സെന്റൻസ് ഫുൾ ആവുള്ളൂ. അപ്പൊ ഐ ഹാഡ് ടു ഗോ. നമ്മൾ മലയാളത്തിൽ സിമ്പിൾ പറയണ പോലെ ചെറിയ വാക്കാവൂല, ഇംഗ്ലീഷിൽ പറയുമ്പോ നീളം ഉണ്ടാവും. പക്ഷെ അതിൽ നമുക്ക് ആ ഒരു ഫുള്ള് കിട്ടിയിട്ടില്ലെങ്കിൽ അത് സെന്റൻസ് കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ ഐ ഹാഡ് ടു ഗോ ഫോർ എ മാരേജ് ഫംഗ്ഷൻ യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ഒരു കല്യാണത്തിന് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞു I could not write. I could not. അതുകൊണ്ട് because I could not write homework. Because I could not write the homework. അതുകൊണ്ട് എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ ടീച്ചർ ചോദിക്കാണ്, ഓക്കെ നീ ഇന്നലെ മാരേജിന് പോയി, ഓക്കെ എന്നിട്ട് നീ ഭക്ഷണം കഴിച്ചോ ചോദിച്ചേ. നീ ഭക്ഷണം കഴിച്ചോ? ചോദ്യാണ്. Did you eat the food? അവിടെ നിന്ന് from there. Did you eat the food from there? നീ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോ? അപ്പൊ ഞാൻ പറയും yes teacher, sure. I ate food from there. ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു അല്ലേ? ഓക്കെ, എന്നിട്ട് നീ അവിടെ ആരെയൊക്കെ കണ്ടു? ആരെയൊക്കെ കണ്ടു എന്നുള്ളതാണ്. Whom did you meet there? Whom did you meet there? നീ അവിടെ ആരൊക്കെ കണ്ടു? അപ്പൊ ഞാൻ പറയാണ്, ഞാൻ എൻ്റെ അങ്കിളിനെ കണ്ടു, ആന്റീനെ കണ്ടു, എൻ്റെ റിലേറ്റീവ്സിനെ കണ്ടു, ഇവരൊക്കെ കണ്ടു എന്ന് പറയണം.
my auntie, my auntie, my uncle, my relatives, my relatives, my friends. my friends. ഇവരൊക്കെ നമ്മൾ കണ്ടു അല്ലേ? ആൻഡ് മൈ ഫ്രണ്ട്സ്, ഇവരൊക്കെ നമ്മൾ കണ്ടു. ഇവരൊക്കെ കണ്ടു. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു പാർക്കിൽ പോയി. ഞങ്ങൾ പാർക്കിൽ പോയി. പിന്നെ ഞങ്ങൾ പാർക്കിലേക്ക് പോയി. അപ്പൊ വി അല്ലേ, വി വെന്റ് ടു ദ പാർക്ക്. വി വെന്റ് ടു ദ പാർക്ക്. പാർക്കിലേക്ക് പോയി അല്ലേ? ഞങ്ങൾ പാർക്കിലേക്ക് പോയി. അപ്പൊ ടീച്ചറൊക്കെയാണ് ഓക്കെ. നിങ്ങള് കല്യാണത്തിന് പോയി, അവിടെ നിന്ന് ഫുഡ് കഴിച്ചു, ആൾക്കാരെ കണ്ടു, പാർക്ക് പോയി. അപ്പൊ എന്താ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞേ? അത് തന്നെ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഹോംവർക്ക് മാത്രം ചെയ്തില്ല? അത് നിങ്ങൾ എന്താ മറന്നതെന്ന് ചോദിക്കാണ്. ഇന്ന് നിങ്ങൾ ഹോംവർക്ക് അപ്പൊ ചോദിക്കാ ഇത്രയൊക്കെ ചെയ്തു അല്ലെ? ഇത്രയൊക്കെ ചെയ്തു. അപ്പൊ ഇങ്ങനെ പറയും, യു വെന്റ് ടു ദ മാരേജ് ഫംഗ്ഷൻ, യു വെന്റ് ടു ദ പാർക്ക്. പിന്നെന്താ? യു മെറ്റ് all of your relatives, friends, etc. Then why didn't you? എന്തുകൊണ്ട് ചെയ്തില്ല? Why didn't you write the homework? എന്തുകൊണ്ട് ഹോംവർക്ക് ചെയ്തില്ല? അപ്പൊ നിനക്ക് എന്താ വൈകുന്നേരം ഇത് ചെയ്യാൻ സമയം കിട്ടിയില്ലേ? അത് കറക്റ്റ് അല്ലേ? എങ്ങനെ ചോദിക്കാ? കിട്ടിയില്ലേ? Didn't you get time? Didn't you get the time to write homework in the evening? നിനക്ക് വൈകുന്നേരം എഴുതാൻ സമയം കിട്ടിയില്ലേ? നമ്മൾ ഈ ഈവനിങ്ങും മോർണിംഗും ആഫ്റ്റർനൂൺ ഒക്കെ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്താന്ന് ചേർത്തിട്ട് പറയാൻ പാടുള്ളൂ. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. ഇത് എപ്പോൾ പറയുമ്പോഴും ഈ വാല് ചേർക്കണം, എന്നിട്ടേ പറയാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ വേറൊന്നും വേണ്ട. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. ഇനി നൈറ്റ് പറയുമ്പോൾ മാത്രം അറ്റ് നൈറ്റ് എന്ന് പറയാം. നൈറ്റ് പറയുമ്പോൾ മാത്രം അറ്റ് നൈറ്റ്. മറ്റതൊക്കെ അതതിന് അങ്ങനെയാണ്. രാത്രി എന്നുള്ള ഇന്ത പറയില്ല, അറ്റ് നൈറ്റ്. അപ്പോൾ നമ്മൾ ടീച്ചർ പറയാണ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് സമയം കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഇല്ല എനിക്ക് സമയം കിട്ടിയില്ല, ഐ ഡിഡ്ന്റ് ഗെറ്റ് ടൈം അല്ലേ? അപ്പോൾ ടീച്ചർ പറയുന്നത് എന്താണ്? എന്നൊരു കാര്യം ചെയ്യും, തൽക്കാലം ഒരു 25 പ്രാവശ്യം എംബോസിഷൻ എഴുതിക്കോ എന്ന് പറയണം. അല്ല, ടീച്ചർ പറയാണ്. അപ്പൊ എങ്ങനെ പറയാ? യു നിങ്ങൾ ചെയ്യണം. യു ഷുഡ് റൈറ്റ് എംബോസിഷൻ. എത്ര സമയം? 25 ടൈംസ്. അതെ, അതുകൊണ്ട് പറഞ്ഞേ. യു ഷുഡ് റൈറ്റ് ഹോംവർക്ക് അല്ല, എംബോസിഷൻ. 25 ടൈംസ്. അപ്പൊ നമ്മൾ ആകെ ഞെട്ടിപ്പോയി. അപ്പൊ ടീച്ചർ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം ക്ലാസ്സിൽ പുറത്ത് നിന്നിട്ട് അവിടെ നിന്ന് ഇരിക്കാൻ പാടില്ല. അത് പണിഷ്മെന്റ് ആണ്. 2 പണിഷ്മെന്റ് ഉണ്ടോ? ഒന്ന് 20 പ്രാവശ്യം 25 പ്രാവശ്യം എഴുതും ചെയ്യണം. പുറത്ത് നിന്നുകൊണ്ട് 25 പ്രാവശ്യം എഴുതണം. അപ്പൊ ടീച്ചർ പറയും, ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ് അല്ലേ? ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്, then write 25 times composition അല്ലേ? ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ കം. അതിനുശേഷം ഞങ്ങളെ ക്ലാസ്സിൽ അതാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ പണ്ട് ഇത് പതിവായിരുന്നു. ഞങ്ങൾക്ക് പതിവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ ഇങ്ങനെ ആക്കിയത്. മിൽക്കുട്ടി പറഞ്ഞത്, ഞാൻ എല്ലാ ഹോംവർക്കും ഞാൻ ഫുൾ ചെയ്യും, എനിക്ക് അങ്ങനെ പണിഷ്മെന്റ് ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരിച്ച് പറയണം, നമുക്ക് പണിഷ്മെന്റ് കിട്ടുന്നതാക്കിയിട്ട് പറയണം എന്ന് പറഞ്ഞു. അതാണ്. അപ്പൊ ഇങ്ങനത്തെ കഥയാണ് ഇന്നത്തെ നമ്മുടെ കോൺവെർസേഷൻ. അപ്പൊ ഇതിൽ നിന്ന് നമ്മള് കുറച്ച് കാര്യങ്ങള്, പാസ്റ്റിൽ ഉള്ള കാര്യങ്ങളും പ്രസന്റിലുള്ള കാര്യങ്ങളും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാന് സ്കൂളത്തെ കലാമേളക്ക് ഭരതനാട്യത്തിന് പങ്കെടുത്തിരുന്നു. സെക്കൻഡ് പ്രൈസ് നേടിയിട്ടുണ്ട്. അതില് സാധനങ്ങളൊക്കെ മേടിച്ചെന്ന് പറയും. അച്ഛൻ മറ്റേ പൊട്ടറ്റോ ഇതില്ലേ, റൗണ്ട് അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ എനിവേ
നിങ്ങളുടെ സപ്പോർട്ട് നമുക്കിത് തുടർച്ചയായിട്ട് വീണ്ടും വേണം. നിങ്ങളെല്ലാവരും ഞങ്ങളെ പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ തുടർച്ചയായിട്ട് കാണുക. ഗ്രാമർ ഞാൻ ഇപ്പൊ തന്നെ എന്താ അറിയാ അച്ഛനോട് പറയണ് 1 മില്യൺ അടിച്ച എന്താ ഇപ്പം സ്വിമ്മിംഗ് പൂൾ 1 മില്യണേ ഇവിടെ 10K ആയിട്ടില്ല, എന്നിട്ടാണ് 1 മില്യൺ. അപ്പൊ എന്തായാലും വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അല്ല, ആഗ്രഹിക്കുന്നതോട് തെറ്റില്ലല്ലോ അല്ലെ, സ്വപ്നം കാണാൻ കാശ് കൊടുക്കണ്ടല്ലോ. അപ്പൊ എനിവേ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയില്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.